ഹയറിൻ്റെ വാഷിംഗ് മെഷീനിൽ FC1 എന്ന് പറയുന്ന എറർ എഴുതി കാണിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഒരു ഇൻവെർട്ടർ വാഷിംഗ് മെഷീനാണ്. ഈ FC1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എററാണ്. PCBകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ എറർ എഴുതി കാണിക്കുന്നത്. ആ PCBകൾ എവിടെ ഇരിക്കുന്നതെന്ന് ഫ്രണ്ട് നമ്മളെ കൺട്രോൾ പാനലിൻ്റെ അടുത്തൊരു PCB ഉണ്ടാവും. ഒന്ന് താഴ്ഭാഗത്ത് ഒരു 2 PCB ഉണ്ടാവും. ഒരു ചെറിയ PCB അതിനേക്കായി കുറച്ചുകൂടെ വലിയൊരു PCB ഉണ്ടാവും. ആ താഴെ ഇരിക്കുന്ന ആ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്ന വലിയ PCB ആണ് കൂടുതലും FC1 എന്നുള്ള എറർ കംപ്ലൈൻറ്റ് വരുന്നത്. ആ PCB ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ PCB ഇളക്കി അത് മാറുക. അത് അടിഭാഗത്തായിട്ട് ഒരു ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ആണ് ഇളക്കിയതിന് ശേഷമുള്ള ആ പഴയ PCB ആണിത്. അത് ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ PCB പുതിയത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് മാറിയതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങി. ഇപ്പോൾ മെഷീൻ കംപ്ലൈൻ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ എറർ കൊണ്ടാണ്. തങ്ങളിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാലും വരും. എന്തെങ്കിലും വയർ കട്ടായി കഴിഞ്ഞാലൊക്കെ വരും. വയറൊന്നും കട്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പം മാറിയ PCB ആണ് മാറേണ്ടി വരുന്നത്. ഇതേ കണക്കുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്റ്റർ പ്രമോ ടെക് ബോക്സ്. താങ്ക് യു.